അടിച്ചരിന്റെ ഈ ചൂല് ഊരി തേയാന്നല്ലാതെ വേറെ ഒന്നും ഇവിടെ നടക്കില്ല. ഈ കുട്ടിക്കാണെങ്കിൽ ഇച്ചിരി ഒന്ന് പഠിച്ചാലുണ്ട്, അതാണെങ്കിൽ ഇത് പഠിച്ചൊന്നുമില്ല. ഇവിടെയും കൂടി അടിച്ചരാനായിരുന്നു, ഇവിടെയും കൂടി അടിച്ചരലും കഴിഞ്ഞിട്ട് ഈ കുട്ടീനെ പഠിപ്പിക്കലുണ്ടാവൂല. അല്ലോ ഇവിടെ വന്ന് പഠിച്ചൂടൊന്നും ഇതിപ്പോ ഞാൻ ഇവിടുന്ന് അടിച്ചരിയതായിരുന്നല്ല. ഇവിടെ ഇരിക്കുകയാണല്ലേ, ഇതാണ് ഇപ്പൊ പഠിച്ചാതിരിക്കണത്. എന്നിട്ട് കളിക്കണല്ലേ? മതി കളിച്ചത്, കൊറേ നേരമായില്ലേ കളിക്കല് തുടങ്ങിയിട്ട്. എന്താ അതിന്റെ പേര്? ഊണോകാടാ. ഇതെന്താ ഓണപ്പൂക്കളൊത്തരി പരത്തി വെച്ചിരിക്കുന്നത്? ഇവിടെ നേരത്തെയാണ് പരത്തി വെച്ചിരിക്കുന്നത്. എന്നിട്ട് മനുഷ്യന്മാർക്ക് ഇത് അടങ്ങാറാക്കാൻ വേണ്ടിട്ട് പോയി പഠിച്ച്. അല്ല, എന്താപ്പത് ചാരി വെച്ചിരുന്നത്? അടിച്ചു പറയാനൊന്നും ഇപ്പൊ കഴിയില്ല, മനുഷ്യന്റെ ഊര തെയ്യല്ലാതെ. ഇങ്ങോട്ട് വന്ന രാവിലെ അത് തുടങ്ങിയിട്ട് ഓരോ കൊണ്ടെത്തി ഇവിടെ വന്നിരുന്ന കുട്ടികൾക്ക് ഇപ്പൊ അത് പഠിച്ചെന്നുള്ള ഒരു ചിന്തയില്ല. രാവിലെ നീച്ചാ തുടങ്ങുന്നത് പച്ചയും ചുവപ്പും ഓറഞ്ച് എത്തി കൊറേ ആൾക്കാർ നടക്കൽ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇങ്ങോട്ട് കാപ്പിക്കത് ഉമ്മാന്റെ സാധനം കൊണ്ട് ഇത് പെര നടന്നേ. നാളെ കൊറേ പഠിച്ചാ ടീച്ചർ ഇത് ഗ്രൂപ്പൊക്കെ വിട്ടിക്കണേ. ഇജാണ്ട് അറിഞ്ഞ ആ പുസ്തകം വിട്ടെടുത്തിരുന്ന എനിക്കല്ലത് പഠിക്കാന്, എനിക്കാണിത് പഠിക്കാന്. മലയാളം ബുക്ക് എടുത്തോ? മലയാളം ബുക്ക് എടുക്കേ. ഈ കവിത ഇങ്ങോട്ട് നേരക്കുമ്പോൾ പാടി തട്ടി. മണ്ണേ നമ്പി മണ്ണേ. ഇതിന്റെ സംഗതി ഒന്നും ശരിയല്ല, വേറെന്തോ ഹല്ലാണ്. പാടിക്കൂടെ, എനിക്ക് കൊറേ പണിയുണ്ട്. മണ്ണേ നമ്പി മരമിരിപ്പോ താരീകം താരോ, മരത്തെ നമ്പി കൊമ്പിരിപ്പൂ താരീകം താരോ, കൊമ്പേ നമ്പി. ഇത് താരാന്ന് 1ാം ക്ലാസ്സിൽ പഠിച്ചതല്ലേ ജെ? ഇലയിരിപ്പൂ താരീകം താരോ, കായേ നമ്പി. അതിന്റെ സംഗതി ഒന്നും ശരിയല്ലത്. മനസ്സിൽ പാടുമ്പോ എല്ലാ സംഗതിയും ശരിയാണ്. ഒച്ച പുറത്തേക്ക് വരുമ്പോഴാണ് എന്റെ ഉമ്മ പണി പാടുന്നത്. അതൊന്നുമല്ല കുട്ടി, ജി ശ്രദ്ധിച്ച് പാടാനിട്ടുണ്ട്. എന്താപ്പത്? ഞാൻ പറഞ്ഞുതരാല. കൊറേ നേരം ഇവിടെ താളയാത്ത പാട്ടൊക്കെ തുടങ്ങിയിട്ട്. ഇതെന്താപ്പത്? അല്ല, നിങ്ങളിപ്പോ സ്കൂൾക്ക് പോലുണ്ടാ താളം അറിയാനേ? അതല്ല ഉത്സവ, പണ്ട് സ്കൂൾ പോയത് ഇങ്ങനെ താളം കൊട്ടിട്ട് കൊറേ ചങ്ങായിമാരുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അന്നത്തെ നല്ല താളം ഇനി ഉത്സവ, അതുകൊണ്ടാണ് ഉത്സവ ഈ കുട്ടി പാടുന്ന താളയാത്തത്. അതെങ്ങനെ മനുഷ്യ? എന്റെ ഒരു സംശയം. പണ്ട് നിങ്ങളും ഇവരൊക്കെ തന്നെ ഇരിക്കാനോ, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് താളം കൂടുതല്. നിങ്ങൾക്ക് അല്ലെങ്കിലും കൊട്ടലും പാടലും കുറച്ച് കൂടുതലാണ്. അതേപോലെ തന്നെ അതിനും കിട്ടിയിട്ടുണ്ട് ആ സ്വഭാവം. അതന്നെ ശരിയാണ്, എന്റെ പാട്ടിന്റെ കുഴപ്പമാണ്. അതിപ്പോ ഞാനൊരു നല്ല കാര്യം പറഞ്ഞല്ലേ. അപ്പോത്തിന് പോയാ ഞാൻ ഒരു പണ്ടത്തെ ഒരു ഓർമ്മ പുതുക്കിയതാണ്. ഇവൾക്കാണെങ്കിൽ ഒന്നും പറ്റൂല. ഇതന്നെ വേണം എന്നോട് ചെയ്യാന്. ഞാനും പണ്ടെന്ന് രക്ഷിക്കാൻ ശ്രമിച്ചതാണ്, അതിപ്പോ എനിക്ക് പറ്റിയില്ല. അതല്ലപ്പാ, എത്ര ദൂരത്താണെങ്കിലും പേടിയാണെങ്കിലും സങ്കടാണെങ്കിലും രണ്ട് ചീത്ത കേൾക്കാനാണെങ്കിലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ശബ്ദമുണ്ട്. അതെന്താണെന്ന് അറിയുമ്പോക്ക് അറിയോ? അതാണ് ഉമ്മാന്റെ സൗണ്ട്, അതാണ് ഉമ്മാന്റെ ശബ്ദം. ഓ, പെങ്ങള് ഉമ്മയും മോളും ഒന്ന്, നമ്മള് പുറത്ത്. എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്. നേരത്തെ എന്ത് വാശിയും ദേഷ്യമൊക്കെ ഒഴിവാക്കിയ നല്ല കുട്ടിയാണ്. കുട്ടി വേറൊടി എങ്കില്
അതാണ് പറയണത്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പറ്റൂലെന്ന്. ഇപ്പൊ ഇത് ഉപകാരം ചെയ്തപ്പോ ഇത് ഉപദ്രവായി. അങ്ങനല്ല മനുഷ്യ, ഉപകാരം ചെയ്തപ്പോൾ ഉപദ്രവം